ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ ഡിഷ് നമ്മുടെ മുള്ളാത്ത ഫ്രൂട്ട് ജ്യൂസാണ്. ഇത് ലക്ഷ്മണപ്പഴം എന്നാട്ടോ അറിയപ്പെടുന്നത്. അപ്പോൾ ഇതിനകത്ത് വൈറ്റമിൻ സി ഉണ്ട്, ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട്, അതുപോലെ തന്നെ ക്യാൻസർ കോശങ്ങളെ പ്രതിരോധിക്കാൻ ഉള്ള ഒരു ശക്തി കൂടി ഇതിനുണ്ടെന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ നമുക്കിത് വെച്ചിട്ട് ഇതിങ്ങനെ ഡയറക്റ്റ് കഴിക്കാൻ വേണ്ടി റോ ആയിട്ട് കഴിക്കാൻ വലിയ ടേസ്റ്റ് ഒന്നുമില്ല. പക്ഷെ ജ്യൂസായിട്ട് കഴിക്കുവാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. ഒരു ചെറിയൊരു പുളിപ്പും അങ്ങനത്തെ ഒരു ടേസ്റ്റാണ്. ജ്യൂസ് ആക്കിയിട്ട് നമ്മൾ കഴിക്കുവാണെങ്കിൽ സൂപ്പർ ടേസ്റ്റാണ്. ഇതാണ് മരം. എൻ്റെ അടിയിൽ എവിടെയൊക്കെ വളർന്നിട്ടുണ്ട്. ഒരെണ്ണം ഉണ്ട്, പഴുക്കാറായിട്ടുണ്ട്. അതിവിടെ ഒരെണ്ണമുണ്ട്, ഇത് കണ്ടോ. ഒരെണ്ണം ഇവിടെ ഉണ്ട്, ഒരെണ്ണം തൊട്ടിപ്പുറത്തുണ്ട്. പക്ഷെ ഒന്നും പഴുത്തിട്ടില്ല, പഴുക്കണുള്ളൂ. അപ്പോൾ ഇവിടെ പാല് ഇത് തിളപ്പിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് തണുപ്പിച്ചു കേട്ടോ. അതുപോലെ തന്നെ ഇനി നമുക്കിതൊന്ന് നന്നാക്കി എടുക്കണം. ഇത് നമുക്ക് കഴുകണം. ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് 2 കിട്ടുവാണെങ്കിൽ നല്ലതാണ് കേട്ടോ. ഞാനിത് മുറിക്കുന്നുണ്ട്, കണ്ടോ. നല്ല വൈറ്റ് കളറാണ്. ചെറിയൊരു കേടുണ്ടോ എന്നൊരു സംശയമുണ്ട്. ഇല്ല, കുഴപ്പമില്ല. കണ്ടോ, നല്ല രസമില്ലേ കാണാൻ. വൈറ്റ് കളറ് നല്ല ക്രീമി ആയിട്ടിരിക്കും. നമ്മുടെ കൊക്കോ ഒക്കെ പോലൊക്കെ തന്നെ. നമുക്ക് സെൻറ്ററിലെ ഭാഗം, ആ കട്ടിയുള്ള ഭാഗം പൈനാപ്പിളിൻ്റെ ഒക്കെ പോലെ കട്ട് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ നന്നായിട്ട് ഇതുപോലെ മാറ്റിയെടുക്കാൻ വേണ്ടി പറ്റും. അതിനകത്ത് കുരു വെച്ചിട്ട് നമുക്ക് അടിക്കാം, കുരു ഇല്ലാതെയും നമുക്ക് അടിക്കാം. അതായത് പൾപ്പ് മാത്രം എടുത്തിട്ട് അടിക്കാം. ഇപ്പം ഞാൻ കുരു വെച്ചിട്ട് ഞാൻ ജസ്റ്റ് അടിച്ചതിന് ശേഷം കുരുവൊക്കെ അരിച്ച് എടുക്കുകയാണ്. ഇതിനകത്തേക്ക് അരിച്ചെടുക്കും. പിന്നെ നമുക്ക് കുറച്ച് പാൽ ഒഴിച്ചു കൊടുക്കാം. തണുത്ത പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഐസിൻ്റെ ക്യൂബ്സ് ആയാലും മതി, കുഴപ്പമില്ല. അതുപോലെ തണുത്ത പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇതിനകത്ത് ഞാൻ കുറച്ച് മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വേണമെങ്കിൽ ഒഴിച്ചാൽ മതി കേട്ടോ. ഞാനിവിടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അധികമൊന്നും ഒഴിച്ചിട്ടില്ല, കുറച്ച് മാത്രമേ ഒഴിച്ചിട്ടുള്ളൂ. 1 ടീസ്പൂൺ മാത്രമേ ഒഴിച്ചിട്ടുള്ളൂ. ഇനി നമുക്കൊന്ന് അടിച്ചെടുക്കാം. ഞാനിവിടെ അടിച്ചെടുത്തിട്ടുണ്ട്. കുരുവൊക്കെ ഒന്ന് സെപ്പറേറ്റ് ചെയ്യണം, അരിച്ചെടുക്കാം നമുക്ക്. ഇതെന്ത് ജ്യൂസാ ജുവാനെ? മുള്ളാത്ത ജ്യൂസ്. ഓക്കെ. ജുവാന് നീ അമ്മ തരട്ടെ? ജുവാന് എല്ലാവർക്കും കൊടുക്കാം അല്ലേ? ഓക്കെ. അവിടേക്ക് അമ്മ ഒഴിക്കട്ടെ. ജ്യൂസ് ചെയ്യണ്ടേ? ഇത് ജുവാൻ്റെ ഗ്ലാസ്സോ? നമുക്ക് ഒരെണ്ണം ഉള്ളതുകൊണ്ട് കുറച്ച് കുടിക്കാം. ചേച്ചിക്ക് വേണ്ടേ? ഓക്കെ. ചേച്ചിയുടെ അത്, ജുവാൻ്റെ അത്. നീ കുടിച്ചു നോക്കിയേ. തരാം. ടേസ്റ്റ് ഉണ്ടാ? സൂപ്പറാ ആണോ? അപ്പോൾ നമ്മുടെ അടിപൊളി മുള്ളാത്ത ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇതിനു മുമ്പ് കഴിച്ചിട്ടുണ്ട്, പക്ഷേ അന്ന് ഇത്ര ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല. ഇന്ന് ടേസ്റ്റ് വരാൻ കാരണം മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്തുകൊണ്ട് കേട്ടോ. മിൽക്ക് മെയ്ഡും പിന്നെ പഞ്ചസാരയും. ഇതിനൊരു പുളിപ്പും ഒരു മധുരമൊക്കെ ചേർന്നൊരു ടേസ്റ്റാണ്. പക്ഷെ ഇന്ന് മിൽക്ക് മെയ്ഡ് കൂടെ ആഡ് ചെയ്തുകൊണ്ട് ഒത്തിരിയും കൂടെ ടേസ്റ്റ് ഉണ്ട്. നമ്മുടെ ഇവിടെ തന്നെ, നമ്മുടെ വീട്ടിൽ തന്നെയുള്ള മരമാണ്. മരമൊന്നും പറയാൻ പറ്റില്ല, അധികം ഹൈറ്റ് ഒന്നും ഇല്ലാത്തൊരു ചെടിയാണ്. അപ്പോൾ അതിനകത്ത് ഇപ്പോൾ ഈ റീസെൻ്റ് ആയിട്ടാണ് ഒത്തിരി ഉണ്ടായത്. ഇപ്പോൾ ഒരു 5-6 ഉണ്ട്. അതിലൊരെണ്ണം പഴുത്തു, നമ്മളടിച്ചു. അങ്ങനെ ഓരോന്നോരോന്ന് പഴുക്കുമ്പോഴാണ് നമുക്ക് എടുത്തടിക്കാൻ വേണ്ടി പറ്റുള്ളൂ, ജ്യൂസായിട്ട് കുടിക്കാൻ വേണ്ടി പറ്റുള്ളൂ. തന്നെയൊന്നും തിന്നാൻ പറ്റില്ല, അതിന് മാത്രമുള്ള ടേസ്റ്റ് ഒന്നുമില്ല. പക്ഷേ ഹെൽത്തിയാണ്, രോഗപ്രതിരോധ ശേഷി നമുക്ക് വർദ്ധിപ്പിക്കാം. അപ്പോൾ നിങ്ങൾ വീട്ടിൽ മുള്ളാത്ത ഉണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കുക. ഇനി അല്ലാന്നുണ്ടെങ്കിൽ ഒരെണ്ണം വെച്ച് പിടിപ്പിക്കാം. ഞാൻ ഇവിടെ വന്നപ്പോൾ ഒക്കെ അമ്മ പണ്ട് കുറേ നാൾ മുമ്പ് വെച്ച് പിടിപ്പിച്ചതാണ്. പക്ഷെ ഒത്തിരി സമയം എടുത്തതൊന്നും ഉണ്ടാവാൻ വേണ്ടിയിട്ട്. അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ജ്യൂസ് കഴിക്കാം. അതിൻ്റെ ഉണ്ടാവണ സീസൺ ഇതാന്ന് തോന്നുന്നുണ്ട്, മഴക്കാലത്താന്ന് തോന്നുന്നുണ്ട് ഉണ്ടാവണ സീസൺ തോന്നുന്നു. മുള്ളാത്ത ജ്യൂസ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക, ബെൽ ബട്ടൺ അമർത്തുക, നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് സൂപ്പർ ഡിഷുമായിട്ട് വരാം. ബൈ.